ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പിന്നെ ഇന്നലെ ചെപ്പീന ബീവി രാത്രി ഒരു വീഡിയോസ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസിലെ ഒരു കാര്യം ഞാനിവിടെ എഴുതി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഓരോ പോയിൻറ്റ്സും ഞാൻ അതിൽ നിന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചെപ്പീന ബീവി പറയുന്നൊരു കാര്യമുണ്ട്. ഒരുപാട് യൂട്യൂബേഴ്സ് പറഞ്ഞു രേണുവിൻ്റെ മരുന്നിൻ്റെ ബില്ല് വ്യാജമാണെന്ന്. അത് ചെപ്പീന ബീവി പറഞ്ഞു എന്നുള്ളത് ഒരുപാട് യൂട്യൂബേഴ്സ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ ചെപ്പീന ബീവി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെപ്പീന ബീവി പറയുന്നു, ഞാൻ അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. രേണുവിൻ്റെ മരുന്നിൻ്റെ ബില്ലുകളോ അല്ലെങ്കിൽ രേണുവിൻ്റെ അസുഖമോ ഒന്നും എവിടെയും ഫേക്കാണെന്നുള്ളതോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ചെപ്പീന ബീവി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചെപ്പീനയോട് ഞാനൊരു കാര്യം ചോദിക്കാനാണ് വന്നത്. നീ തമ്പലയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതെന്താണെന്ന് നിനക്കറിയോ ചെപ്പീന? അതായത് വ്യാജ ബില്ലുമായി ഉടായിപ്പ് സെച്ചി എന്ന് പറഞ്ഞിട്ട് രേണുവിൻ്റെ ചിത്രവും വെച്ച് ആ ബില്ലും വെച്ചിട്ട് നീ തമ്പലയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെന്തുവാ? നിൻ്റെ ചാനലിൽ നീ തമ്പലയിൽ ഇട്ടാൽ അത് ഫേക്കാണെന്നാണോ പറയുന്നത്? അപ്പോൾ ഒരു ചോദ്യം എനിക്ക് അവിടെ അതിനുള്ളൊരു ഉത്തരവും ഞാൻ അവിടെ കണ്ടുപിടിച്ചു കേട്ടോ. അപ്പോൾ ഈ സ്ത്രീ എന്താ പറയുക, അങ്ങനെ ഒരു ബില്ല് വ്യാജമാണെന്നുള്ളത് ഇവർ തമ്പലയിൽ കൊടുത്തു. മറ്റുള്ള എല്ലാ യൂട്യൂബേഴ്സും അത് ഏറ്റുപിടിച്ചു. നീ പറഞ്ഞു തന്നെ പറയാപ്പോൾ അല്ലേ? പിന്നെ രേണുസുധിയുടെ ചേച്ചി ഇവർ കുറേ വോയിസ് പുറത്തു വിട്ടല്ലോ. ആ വോയിസിൽ രേണുസുധിയുടെ ചേച്ചി പറയുന്നു അവർക്കൊക്കെ ക്യാൻസർ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം രേണുസുധിയുടെ ചേച്ചി ചോദിച്ചു എന്നുള്ളത്. അപ്പോൾ ചെപ്പീന പറയാണ്, നിനക്ക് അങ്ങനെ ചോദിക്കാമെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് തിരിച്ചും രേണുവിന് ക്യാൻസർ ഉണ്ടോ അല്ലെങ്കിൽ ഈ ബില്ലുകളൊക്കെ ഒറിജിനൽ ആണോ എന്ന് എന്തുകൊണ്ട് ചോദിച്ചുകൂടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേണുസുധിയുടെ ചേച്ചി എവിടെയും ആ വിളിച്ചവർക്കെല്ലാം ക്യാൻസർ ഉണ്ടോ എന്നുള്ള ചോദ്യമല്ല ചോദിച്ചത്. രേണുവിൻ്റെ അതേപോലത്തെ ക്യാൻസർ തന്നെയാണോ ഈ വിളിച്ചവർക്കെല്ലാം? പല ടൈപ്സിലുള്ള ക്യാൻസർ ഉണ്ട്, പല ടൈപ്സിൽ അവർക്ക് എന്താ പറയുക അതിൻ്റെ മെഡിസിനും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് രേണുസുധിയുടെ ചേച്ചി അവിടെ പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ ഈ വിളിച്ചവരെല്ലാം ക്യാൻസർ ഉള്ളവരാണോ, അവർക്ക് ക്യാൻസർ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ആര് ചോദിച്ചിട്ടില്ല? ഈ പറയുന്ന രേണുസുധിയുടെ ചേച്ചി ചോദിച്ചിട്ടില്ല. പിന്നെ ഇവർ പറയുന്നുണ്ട് ഒരു പൗരൻ്റെ അവകാശം. പൗരന്മാർക്ക് അവകാശമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു തെറ്റ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തെറ്റ് നടക്കാതിരിക്കാൻ വേണ്ടുന്ന മുൻകരുതലുകൾ എടുക്കാം. അതല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കൊലപാതകമോ മറ്റോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ടതിന് തെളിവുകൾ, സാക്ഷികൾ അത് ഒക്കെ നമുക്ക് കൊടുക്കാം. പക്ഷെ ഒരു പൗരനും നിയമം കയ്യിലെടുക്കുവാനുള്ള അവകാശം ഇല്ല. ഇന്ത്യയിലെ നിയമം, അതായത് ഒരാൾ കുറ്റവാളി എന്ന് ആര് പറയണം? ഇന്ത്യയിലെ നിയമം പറയണം. അതല്ലാതെ ഏതെങ്കിലും ആളുകൾ ഫോൺ വിളിച്ച് അവിടെ ഇവിടെ ഇരുന്ന് രേണു സെക്സ് വർക്കറാണ്, രേണു കഞ്ചാവ് ബിസിനസ് ഉണ്ട്, അല്ലെങ്കിൽ രേണുവിന് MDMA ബിസിനസ് ഉണ്ട്, അവളത് ഉപയോഗിക്കുന്നുണ്ടെന്നൊക്കെ എവിടെയെങ്കിലും ഏതെങ്കിലും ആളുകൾ ഇരുന്ന് ഫോൺ ചെയ്ത് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. ഇന്ത്യയിലെ നിയമം പറയണം അവൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള അവൾ തെറ്റിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതൊക്കെ ആര് പറയണം? ഇന്ത്യൻ നിയമം പറയണം. ഇന്ത്യൻ നിയമത്തിൽ അവൻ കുറ്റക്കാരനല്ല, അവൻ തെറ്റുകാരനല്ല എന്ന് പറയുന്നിടത്തോളം കാലം നിങ്ങൾക്ക് എന്ത് പറയാൻ അവകാശമില്ല? രേണു ഒരു തെറ്റും ചെയ്തു എന്ന് പറയാനുള്ള അവകാശമില്ല. നിങ്ങൾ തെളിവ് കൊണ്ടുവരണം, കോടതിയിൽ ഏൽക്കുന്ന തെളിവുകൾ കൊണ്ടുവരണം. അത് അവിടേക്ക് വരട്ടോ ഞാൻ. പിന്നെ വലതുഭാഗത്ത് ചാർജർ ഇരിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞു. അതായത് രേണു ഫോൺ ഉപയോഗിക്കുന്നില്ല, രേണുവിൻ്റെ കിടക്കുന്നതിൻ്റെ വലതുഭാഗത്ത് ചാർജർ ഇരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ചാർജർ ഇരിക്കുന്നത് കൊണ്ട് ഫോൺ ഉപയോഗിക്കുന്നു എന്നതിന് അർത്ഥമുണ്ടോ? ചിലപ്പോൾ അവിടെ ഇങ്ങനെ ചേച്ചിയുടെ കൂടെ വീഡിയോ അപ്പുറത്ത് പിടിക്കുന്നുണ്ട് ഒരാൾ. ആ പിടിക്കുന്ന ആൾ അവിടെ ഫോൺ ചാർജ് കുത്തിവെച്ചതാണെന്നുണ്ടെങ്കിലോ പറയാൻ പറ്റുമോ? അപ്പോൾ എന്തെങ്കിലും ഊഹാപോഹങ്ങൾ കൊണ്ടുവന്നിട്ടില്ല ചെയ്യേണ്ടത്. ഫോൺ ഉപയോഗിക്കാറില്ല എന്നുള്ളത് ആര് പറഞ്ഞിട്ടുണ്ട്? ചേച്ചി പറയുന്നുണ്ട്. അവിടെ ഒരു ഫോണിൻ്റെ ചാർജർ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് അവൾ ഉപയോഗിക്കുന്നതാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പരത്തുക, അത് ശരിയല്ലാത്തൊരു കാര്യമാണ്. അവർ പറഞ്ഞത് വിശ്വസിച്ചല്ലേ നമുക്ക് പറ്റുള്ളൂ അല്ലേ? പിന്നെന്താ പറഞ്ഞത്, ഇവരെന്നെ കൊല്ലും, എൻ്റെ വക്കീൽ പോലും എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടണം എന്നുള്ളത്. ആരും പട്ടിത്തീട്ടത്തിൽ ചവിട്ടാൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
വരുമോ? ആരെങ്കിലും വരുമോ പട്ടിത്തീട്ടത്തിൽ ചവിട്ടാൻ? ഇപ്പോൾ നമ്മുടെ ഉദാഹരണം പറയുന്ന അഡ്വക്കേറ്റ് ആളൂർ എന്ന് പറയുന്ന ആൾ ഒരുപാട് പണം മേടിച്ചു, ഒരുപാട് കൊള്ളരുതാത്ത കേസുകൾ വാദിച്ചു, ഒരുപാട് ക്രിമിനൽസിനെ സപ്പോർട്ട് ചെയ്തു. അയാൾ മരണപ്പെട്ടപ്പോൾ എന്താണ് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അവൻ ചത്തപ്പോൾ നന്നായി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അയാളിനെ ആരെങ്കിലും ആക്രമിക്കാൻ പോയോ? അയാളിനെ ആരെങ്കിലും കൊല്ലാൻ പോയോ? ആരും പോയില്ലല്ലോ. പക്ഷെ ഒരുപാട് ആളുകളുടെ ശാപവും കാര്യങ്ങളും അയാൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെയാണ് പോയിരിക്കുന്നത്. അയാൾ മരണപ്പെട്ടപ്പോൾ എവിടെയെങ്കിലും അയാൾക്ക് ഒരു ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ടോ ആളുകൾ? എവിടെയുമില്ല. അവൻ ചത്തത് നന്നായേ ഉള്ളൂ, ഇനിയൊരാളൂരും ഇവിടെ ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നീ ചത്തുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് ആളുകൾ പറയുക. ഈ പറഞ്ഞ പോലെ എന്ത് പറയും? അവൾ പോയത് നന്നായുള്ളൂ, ഒരുപാട് പേര് ഉപദ്രവിച്ചതാണെന്നുള്ളതേ പറയുള്ളൂ. അപ്പോൾ നിന്നെ കൊല്ലാനായിട്ട് ആരും ശ്രമിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. സെപ്റ്റ് ടാങ്ക് പൊളിക്കാൻ വേണ്ടി ആരും വരുന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. പിന്നെന്താ, 4th സ്റ്റേജ്, അതായത് രേണുവിൻ്റെ അസുഖം ഏത് സ്റ്റേജാണ് എന്താണെന്നുള്ളത് ആര് തെളിയിക്കണം? രേണു തെളിയിക്കണം. എന്തിന്? ഇവൾക്ക് വേണ്ടിയിട്ട് രേണു തെളിയിക്കണോ? രേണുവിൻ്റെ പിന്നെ അസുഖം 4th സ്റ്റേജാണ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ സ്റ്റേജാണെന്നുള്ളതൊക്കെ ഇവൾക്ക് ചെപ്പീനിക്ക് വേണ്ടിയിട്ട് തെളിയിച്ചു കൊടുക്കണോ? അതിൻ്റെ ഒരു ആവശ്യവും ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പ്രമോഷൻ ചെയ്യൽ, ചെക്കിങ് കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഇവൾ എന്തിനാണ് പ്രമോഷന് പോയിട്ടുള്ളത്? അവിടെ എന്താണ് അതിൻ്റെ ആവശ്യം? ഇവൾ പോയിട്ടുള്ളത് പ്രമോഷന് വേണ്ടിയിട്ടില്ല, ഡ്രഗ്സ് കടത്താനാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ അവളെ ചെക്ക് ചെയ്യണമെന്നുള്ള ഒരു കംപ്ലൈൻറ്റ് കൊടുത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് നിനക്കതിൽ നിന്ന് എന്തെങ്കിലും നേടാൻ സാധിച്ചോ? അവളുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഒരു തെരിപ്പോ ഒന്നോ അതല്ലെങ്കിൽ അവൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഇതോ എന്തെങ്കിലും നിനക്ക് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരാൻ സാധിച്ചോ? ഇല്ല. പിന്നെ നീ പറയുന്നുണ്ട് മറ്റുള്ളവർ നിൻ്റെ മക്കളുടെ പിതൃത്വം ചോദിക്കുന്നുണ്ട് എന്നുള്ളത്. 1-ാം അച്ഛൻ്റെയാണോ 2-ാം അച്ഛൻ്റെയാണോ ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അപ്പം നീ അവിടെ പറയുന്നൊരു വാക്കുണ്ട്, അതൊക്കെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്, അതിലൊന്നും നിങ്ങൾക്ക് ഇടപെടാനുള്ള അവകാശമില്ല എന്നുള്ളത്. ഇത് തന്നെയാണ് ഞങ്ങൾക്കും നിന്നോട് പറയുവാനുള്ളത്. ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കാനുള്ള അവകാശം നിനക്കും ആരും തന്നിട്ടില്ല. രേണുസുധിയുടെ കുടുംബത്തിലേക്ക് ഒളിഞ്ഞു നോക്കി അവളുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ള അവകാശം രേണുസുധി ആർക്കും കൊടുത്തിട്ടില്ല. പക്ഷെ നീ എല്ലാ കുടുംബങ്ങളിലേക്കും നുഴഞ്ഞു കയറുകയാണ്. ഉദാഹരണം നീ പറയുന്ന 4 നിനക്ക് 1, 2 വിവാഹം കഴിക്കുന്നത് നിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നെജ്ലയുടെയും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അവൾ 4 വിവാഹം കഴിച്ചാലും 10 വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിലും അതും അവളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളത് നീ ഒന്ന് മനസ്സിലാക്കണം. പിന്നെ പാഞ്ചാലി 5 കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നുള്ളത്, അപ്പം നീ അവിടെ അംഗീകരിക്കുന്നു പാഞ്ചാലി 5 ചരിത്രത്തിൽ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ ഇപ്പം നീ 4 വിളിക്കുന്നവളുണ്ടല്ലോ, അപ്പം നീ അതൊക്കെ ഒന്ന് തിരുത്തേണ്ടി വരും കേട്ടോ. പിന്നെ നീ ചരിത്രം പഠിച്ചവളാണെന്നും പറയുന്നുണ്ടല്ലോ, അപ്പം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കേട്ടോ ഞാനും പറയുന്നത്. പിന്നെ അവൾ സെക്സ് റാക്കറ്റ് അല്ലെങ്കിൽ അവൾ ഈ പറയുന്ന എന്താ പറയുക ഗോൾഡ് കടത്തിൽ എന്നൊക്കെയാണല്ലോ പറയുന്നത്, സ്വർണ്ണക്കടത്ത് എന്നൊക്കെയാണല്ലോ പറയണത്. നീ പറയുന്നൊരു കാര്യമുണ്ട്, തെളിവുകൾ കോടതിയിൽ സമർപ്പിക്കാനുള്ള തെളിവുകളില്ല. അങ്ങനെ തെളിവുകളില്ലെങ്കിൽ നീ എന്തടിസ്ഥാനത്തിലാണ് രേണുസുധി പറയുന്ന സ്ത്രീ സെക്സ് റാക്കറ്റിൽ പെട്ടതാണ്, അതല്ലെങ്കിൽ അവൾ MDMAയിൽ ഉൾപ്പെട്ട ആളാണെന്നുള്ളത് നീ പറയണത്? ഇവിടെ തെളിവുകളാണ് വേണ്ടത്. നീ പറഞ്ഞ ആരുടെങ്കിലും തൊള്ളയിൽ നിന്ന് നീ പറയുന്നത് പോലെയുള്ള വാക്കുകളല്ല വേണ്ടത്, വ്യക്തമായ പ്രൂഫ് എവിഡൻസ് കാര്യങ്ങളാണ് വേണ്ടത്. മനസ്സിലായത്? കോടതിയാണ് ഇവിടെ തെളിയിക്കേണ്ടത്, കോടതിയാണ് ഇവിടെ പറയേണ്ടത് എന്തെന്ന് ഇവള് തെറ്റുകാരിയാണ്, ഇവള് സെക്സ് റാക്കറ്റിൽ പെട്ടതാണ്, അല്ലെങ്കിൽ ഇവള് പിന്നെ MDMA കച്ചവടക്കാരിയാണെന്നുള്ളത് കോടതി പറയണം, ഇന്ത്യൻ നിയമം പറയണം. അതല്ലാതെ നീ വന്നിരുന്ന് കലാന്ന് ഉണ്ടാക്കല്ല വേണ്ടത്, അല്ലെങ്കിൽ നിന്നെ കുറച്ച് ചിങ്കിടികളെ കൊണ്ടുവന്ന് ഫോണിലൂടെ സംസാരിപ്പിക്കുകയല്ല വേണ്ടത്. ഞാൻ അതും കൂടി ഒന്ന് നോട്ട് ചെയ്തിരിക്കുന്നത് നന്നായിരിക്കും. പിന്നെ ക്യാൻസർ കൊണ്ട് ഇവൾ എന്തെങ്കിലും ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളൊരു വാക്ക് നീ പറയുന്നുണ്ട്. രേണു ക്യാൻസർ എന്നുള്ളത് കളവ് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത്. എന്തായാലും ആ പിഗ്ലൈനും കാര്യങ്ങളും അവൾ ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ട് വെറുതെ കുത്തി കയറ്റിയിട്ടതല്ലല്ലോ. പിന്നെ അതുകൊണ്ട് അവൾക്ക് കോടികൾ സമ്പാദിക്കണം എന്നുള്ളതും അവൾ പറഞ്ഞിട്ടില്ല, എവിടെയും അവൾ പിരിവ് ചോദിച്ചിട്ടില്ല. അങ്ങനെ നീ ക്യാൻസർ കൊണ്ട് എന്തെങ്കിലും അവൾ ഉണ്ടാക്കാനുള്ളത്? എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതിനൊരിത് വേണ്ടേ? വെറുതെ വന്നിരുന്ന് ഈ സ്ത്രീ മറ്റുള്ളവരെ താറടിച്ച് കാണിക്കുക എന്നുള്ളതാണ്. അതായത് രേണുസുധീനെ കുറേ തോണ്ടി കഴിഞ്ഞപ്പോഴാണ് തിരിച്ച് ആര് മാന്താൻ തുടങ്ങിയത്? രേണുസുധി മാന്താൻ തുടങ്ങിയത്. ഇവളെ ഡൈപ്പർ വിധവ, അതായത് അത് വിളിക്കുമ്പോൾ ഇവൾക്ക് സങ്കടമുണ്ട്, ചട്ടുകാലി എന്ന് വിളിക്കുമ്പോൾ സങ്കടമുണ്ട്. മറ്റുള്ളവരെ എന്ത് വേണമെങ്കിൽ വിളിക്കാം, 4 എന്ന് പേരിടാം,
ഷാജിദയുടെ അപ്പം അങ്ങനെ അപ്പം ഷാജി എന്ന് പേരിടാം. പിന്നെ വട വിധവ, നിക്കർ വിധവ, അങ്ങനെ പല വിധത്തിലുള്ള പേര് പലർക്കും ഇവൾ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇവൾക്ക് ചട്ടുകാലി എന്ന് വിളിക്കാൻ പാടില്ല, ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഡയപ്പർ വിധവ എന്ന് വിളിക്കാൻ പാടില്ല. ഇവള് പുണ്യാളത്തി. എന്തായാലും ഇവളെ കൊല്ലാനൊക്കെ ആളുകൾ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇതെന്ന് ഈ പറഞ്ഞ പോലെ തീട്ടത്ത് ചവിട്ടാനും സെപ്റ്റി ടാങ്ക് പൊളിക്കാനും പട്ടിത്തീട്ടത്ത് ചവിട്ടാനൊന്നും ആരും മുൻകൈ എടുക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഇങ്ങനെ കുറേ ആളുകൾ ഇവൾക്കെതിരെ വിമർശനവുമായി വന്നപ്പോൾ കുറേ ആളുകൾ രേണുസുധിയുടെ ഈ ബില്ല് കാര്യങ്ങൾ ചികിത്സ കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് തുടങ്ങിയപ്പോൾ ഇവൾക്കത് എന്തായിട്ട് തോന്നി, ഒരു അടിയായിട്ട് തോന്നി. ഇപ്പോൾ ഇവള് ഞാനല്ല പറഞ്ഞു ഇവളുടെ തമ്പനയിൽ വ്യക്തമായിട്ടിട്ടതാണ് എന്താ പറയുക വ്യാജ ബില്ലുമായി സെച്ചി ഉടായിപ്പ് ചേച്ചി എന്ന് പറഞ്ഞിട്ട് തമ്പനയിലിട്ടിറങ്ങുന്നത്. അപ്പം അത് കണ്ടിട്ട് തന്നെയാണ് എല്ലാവരും പറയുന്നത്, നീ നിൻ്റെ മനസ്സിലുള്ളതാണല്ലോ നീ തമ്പനയിലായിട്ട് ഇടുന്നത് അല്ലേ. എന്നിട്ട് പറയും ഞാനല്ല പറഞ്ഞത്, മറ്റ് യൂട്യൂബേഴ്സാണ് പറഞ്ഞത് എന്നുള്ളത്. എന്താല്ലേ.